ഹലോ ഗൈസ്, നമ്മൾ മാങ്ങ തിന്നുള്ള സമയത്ത് നമ്മൾ ഇമ്മാക്കി നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന അടുക്കളയിൽ നമുക്ക് മേലടുക്കളയിൽ പണി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യൊക്കെ കയറിയിട്ട് തലയിൽ മുടി കെട്ടി ഗൈസ് നമ്മൾ തുടങ്ങിയുണ്ടോ ഗൈസ് കലാപരിപാടികളൊക്കെ. ഫസ്റ്റ് തന്നെ എൻ്റെ അനിയനാണ് കേട്ടോ ഇത് ഫുള്ളും കൊളാക്കി ഇട്ടിക്കണേ. ടേബിളിൽ കയറിയിടുക, വലിച്ചിടുക, ഇതൊക്കെ എന്തൊക്കെയാണ് കേട്ടോ. എന്തോ അവിടെ ഇരുന്ന് തിന്നു കാണാനായി. ഓക്കെ ഗൈസ്, നമ്മളെ പണി തന്നെ നിങ്ങൾ ഇന്ന് കണ്ടോളൂ. നമ്മൾ ഇത്രയും സൂപ്പർ ഫ്ലാഷിൻ്റെ സ്പീഡിലാണ് ടച്ച് ചെയ്യുന്നത് ഗൈസ്. നിങ്ങൾ വീട്ടിലുണ്ട് ഇങ്ങനത്തെ കഠിനാധ്വാനിയാണ്. നമ്മൾ ഒരു പൂച്ച നമ്മൾ തട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. അമ്മൻ്റെ ഷാൾ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറക്കും കളിക്കേണ്ട സ്പീഡിലാണോ ഗൈസ് നമ്മൾ പോകുന്നത്. എന്താ ചെയ്യുക? നമ്മളവിടെ ആ ടാബിൾ തുടച്ചിട്ടുണ്ട്. മേലേക്ക് നമുക്ക് സുഖം കിട്ടാത്തതുകൊണ്ട് നമ്മൾ മേലെ ചെയർ കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നിങ്ങളെ വീട്ടിലില്ല ഇങ്ങനത്തെ കഠിനാധ്വാനികൾ എനിക്ക് പിന്നെയും പറയാൻ തോന്നുന്നു ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞാടി ഗൈസ്. അപ്പോൾ നമ്മൾ ഓരോരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളതിനെ കണ്ടോളി. നമ്മളെല്ലാ പണിയും കഴിഞ്ഞാണ് നമ്മൾ അടിച്ചു കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരു പിരാന്തുണ്ടല്ല, ചൂല് കാണൂല. അതായത് നമ്മൾ പിരാന്ത്. നമ്മൾ പോയി ചോദിച്ചു, കണ്ടില്ല. നമ്മൾ തപ്പി കിട്ടി. നമ്മൾ കിളിക്കൂട്ടിൻ്റെ അടിയിലുണ്ട്. കിളിക്കൂട്ട് പറയാനിട്ടില്ല, അണ്ണാരക്കണ്ണൻ്റെ കൂടിൻ്റെ അടിയിൽ അങ്ങനെ പറയാൻ തോന്നുന്നു. നമ്മൾ എന്ത് ചെയ്തു എന്നിട്ട് നമ്മൾ അടിച്ചു തരുന്ന സമയത്ത് ഒരു കാർ നമ്മൾ തട്ടി കണ്ടിട്ട് അല്ല, പിന്നെ നമ്മൾ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് പോയി. പിന്നെ നമ്മൾ കുറച്ചെണ്ണൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടിക്കൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അടിച്ചില്ലെങ്കിൽ മടി ഇഷ്ടമില്ല. നമ്മൾ അടിച്ചെടുക്കാണ്ട് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു പേപ്പർ ഉണ്ട് കേട്ടോ അവിടെ. ആ പേപ്പറാണ് പോയില്ല. അടിച്ചേരിട്ട് പോണില്ല. ഇത് എത്ര ഇട്ടിട്ടാ തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഇതാവും മനസ്സിലാവണമെന്ന്. ശരിയിട്ടുണ്ട്. നമ്മളാണിയെ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. നമ്മളപ്പോഴത്തേക്കും അറിയാതെ കാറും കൂടി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അടിച്ചിട്ട് വേണ്ട ചെറുതായൊന്ന് ഫ്രിഡ്ജിൻ്റെ അടിയിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ തുണി മുണ്ടിയൊക്കെ ഇങ്ങനെ വെക്കൽ